ദില്ലിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഇടപെടണമെന്ന ഹർജി സുപ്രീം കോടതി നാളെ വീണ്ടും പരിഗണിക്കും. കനത്ത ചൂടിന് പിന്നാലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായതിൽ പ്രതിസന്ധിയിലാണ് ജനങ്ങൾ. അതേസമയം ദില്ലിക്ക് ആവശ്യമായ ജലം ഹരിയാന നൽകുന്നില്ലെന്ന ആരോപണവും ശക്തമാവുകയാണ്. ദില്ലിയിൽ ചൂട് കനത്തതിന് പിന്നാലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുകയാണ്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കടുത്ത നിയന്ത്രണങ്ങൾ ദില്ലി സർക്കാർ തുടരുന്നുണ്ടെങ്കിലും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും വെള്ളം തികയാതെ വരുന്നത് പ്രദേശവാസികളെ പ്രതിസന്ധിയിലാക്കുന്നു. കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ വെള്ളം എത്തിച്ചിട്ടും കുപ്പിവെള്ളം പണം കൊടുത്തു വാങ്ങാനും ജനങ്ങൾ നിർബന്ധിതരാകുന്നു. ഹരിയാന ദില്ലി രാഷ്ട്രീയ കലഹത്തിനും കാരണമാകുന്നുണ്ട്. വെള്ളം നൽകാൻ ഹരിയാന സർക്കാരിനോട് ആവശ്യപ്പെടണമെന്ന ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന ഉറപ്പു നൽകിയെന്ന് മന്ത്രി അതിഷി പ്രതികരിച്ചു. വിഷയം ചർച്ച ചെയ്യാനായി മന്ത്രിമാരായ അതിഷിയും സൗരഭ് ഭരദ്വാജും ലഫ്റ്റനന്റ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയാണ് അതിഷിയുടെ പ്രതികരണം. മുനക് കനാലിലൂടെ വെള്ളമെത്താത്തതിനാൽ ജലസംഭരണ പ്ലാന്റുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണ്. ഇതിനിയും തുടർന്നാൽ ദില്ലി രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിലേക്ക് കടക്കും. അതേസമയം ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ വാദം കേൾക്കുന്നത് സുപ്രീം കോടതി നാളത്തേക്ക് മാറ്റി. കൈരളി ന്യൂസ്, ദില്ലി.